Okay, please mark your attendance. Okay, good. In the last class, we have seen type of charges and their interaction. How many? Then, what are that name of that charges? Alan, can you say? Can you say? ഞാൻ മ്യൂട്ട് ചെയ്തിട്ടില്ല, പറഞ്ഞോളൂ. I can't hear you. I can't hear you. Listen. ഇങ്ങോട്ട് അറിയാണ്ട് കൈ തട്ടിപ്പോകുമ്പോൾ അങ്ങേര് ഇതായിപ്പോ. ഓക്കെ, ശരി. അലൻ, പ്ലീസ് സേ ദ ആൻസർ. You don't know. Ijaz, can you? Question. What are the main type of charges? What are the two type of charges? Name it. We know there are two type of charges. What are they? Yes, Sean? Positive and negative. Yeah, good. Positive and negative charges. ഇജാസും അലനുമൊക്കെ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത ശേഷം മാത്രമേ ക്ലാസ്സിൽ കയറാൻ പാടുള്ളൂ. എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. ഓക്കെ, വെറുതെ ഇങ്ങോട്ട് ഓടി കളിച്ചുകൊണ്ടിരുന്നത് യൂണിഫോം ഇട്ടിട്ട് കയറി ഇരുന്നാൽ പോരാ. ഓക്കെ, ആ ക്ലാസ്സിന് വേണ്ടി തയ്യാറെടുക്കണം. പ്രിപ്പയർ ചെയ്ത ശേഷം മാത്രമേ ക്ലാസ്സിൽ കയറാൻ പാടുള്ളൂ. എന്താണ് ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത്, അതിലെന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ പാഠങ്ങളൊക്കെ ഒന്ന് വായിച്ചിട്ടൊക്കെ മാത്രമേ ക്ലാസ്സിൽ കയറാൻ പാടുള്ളൂ. വെറുതെ സിനിമശാലയിൽ കയറുന്ന പോലെ വെറുതെ കയറി ഇരുന്നിച്ചിട്ട് ഇറങ്ങിപ്പോവാണോ ചെയ്യുന്നത്? അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ എന്തിനു വേണ്ടിയാണോ ഇത്രയും കഷ്ടപ്പെടുന്നത് അതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല. പറഞ്ഞ മനസ്സിലായല്ലോ? ഒരു റിസൾട്ട് കിട്ടണേ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ക്ലാസ്സിൽ കയറി സൂമിൽ കയറി കേട്ടു ഇറങ്ങിപ്പോയി പിന്നീട് അടുത്ത സൂമിൽ കയറി അങ്ങനെ വെച്ചാൽ നമുക്ക് ഒരിക്കലും അതിനൊരു റിസൾട്ട് കിട്ടത്തില്ല. നന്നായി സയൻസൊക്കെയാണ് ഈസി സബ്ജക്റ്റാണ്, നിങ്ങൾക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. സോ നിങ്ങളൊന്ന് വായിച്ചിട്ട് ക്ലാസ്സിൽ കയറുമ്പോൾ മിസ്സ് പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ക്ലിയറായി കിട്ടും, നല്ല റിസൾട്ടും ഉണ്ടാവും. ഓക്കെ, സോ you can continue. Then we know there are two type of charges. They are positive and negative charges. അല്ലേ? We know charges of same kind repel each other. അല്ലേ? Charges of same kind repel each other, but charges of opposite signs attract each other. So we know now we are going to learn about transfer of charges. Then what is mean by നമ്മൾ ചാർജ്ഡ് ഒബ്ജക്ട്സ് എന്താണ്? We can make a object charge by rubbing it. അല്ലേ? Last class we learned about it. By rubbing we can make a object charged. അല്ലേ? അതായത് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ചാർജ് ആക്കാൻ അതിനെ റബ്ബ് ചെയ്താൽ മതി. ഇതേ പ്രോസസ്സോട് തന്നെ ഈ ചാർജിനെ നമുക്ക് ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് മാറ്റാൻ പറ്റും. ഹൗ? Okay, transfer. Electric charges can be transferred from charged object to another through a metal conductor. Okay, first we can take എന്താണ് a refill of ball pen. Then we can charge it by rubbing it using polythene, അല്ലേ, polyester. Okay, then that refill will get charged. We can that is static charge. Okay, that is static charge ആണ്. അത് സ്ഥിരമായി നിൽക്കുന്ന ഒരു പൊസിഷൻ. we can convert or എന്താ പറയുക, ട്രാൻസ്ഫർ ദിസ് ചാർജ് ഫ്രം വൺ തിങ് ടു അനദർ ബൈ യൂസിങ് എ മെറ്റൽ കണ്ടക്ടർ. വാട്ട് ഈസ് ദാറ്റ്? മെറ്റൽ കണ്ടക്ടർ കൊണ്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? ചാർജിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. we know flow of what is current? Flow of എന്താടോ? Electricity. മോഷൻ ഓഫ് ചാർജ് ആണ് ഇലക്ട്രിസിറ്റി, അല്ലേ? മോഷൻ ഓഫ് ചാർജ് ആണ് അത്. നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ചാർജ്ഡ് ആക്കി കഴിഞ്ഞാൽ അത് സ്റ്റാറ്റിക്കായി നിന്നാൽ നമുക്ക് വലിയ ഗുണമില്ല. അതിനെ ഒരു സ്ഥലത്തു നിന്നും ആ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, ഒഴുക്കണം. അങ്ങനെയാണ് നമ്മളെ കറണ്ട് വരുന്നത്,
അല്ലേ? ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി അല്ലേ കറണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യണം. അതിന് വേണ്ടി എന്ത് മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം? വി ക്യാൻ യൂസ് മെറ്റൽ കണ്ടക്ടേഴ്സ്. ഇനി നമ്മൾ അങ്ങനെ ചെയ്തു. അതിനുശേഷം ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ഈഫ് ദാറ്റ് ഒബ്ജക്റ്റ് ഈസ് ചാർജ്ഡ് ഓർ നോട്ട്, വി ക്യാൻ യൂസ് ഇലക്ട്രോസ്കോപ്പ്. there's new word for you, electroscope. Then what is the purpose, അല്ലെങ്കിൽ what is meant by electroscope? Electroscope is a device used to test whether an object is charged or not. അല്ലേ? Early we used a tester. Okay, here this is also a tester. If we want to find a object is charged or not, we can use electroscope. Clear? Electroscope is a device used to test whether an object is carrying electric charge or not. Clear? Okay, then listen here. Then we can say that when we use a material, when we use refill with polythene, we can say that it is charged. അല്ലേ? നമ്മുടെ സെൽഫോൺ ചാർജ് ചെയ്യാൻ വെക്കൂലേടാ, അല്ലേ? അതിൻ്റെ ഇതോട് കണക്ഷൻ പ്ലഗ് കണ്ടുകൊണ്ട് നമ്മൾ ചാർജ് ചെയ്യാൻ വെക്കൂലേ? ഇതുപോലെ തന്നെ ഡിസ്ചാർജും ചെയ്യാം. എന്താണ്? അതിൻ്റെ ചാർജ് കളയുന്ന പരിപാടി. ഇന്നലെ മിസ് പറഞ്ഞില്ലേ, നമ്മുടെ ഇൻഫ്ലേറ്റഡ് ബലൂണിനെ റബ്ബ് ചെയ്യുമ്പോൾ 2 ചാർജ് കിട്ടും. അവർ റിപ്പൽ ചെയ്യും. പക്ഷെ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്താൽ എന്ത് പറ്റും? അത് ഡിസ്ചാർജ് ആയിപ്പോവും. അതിൻ്റെ ചാർജ് നഷ്ടപ്പെട്ടു പോയി പഴയ രീതിയിലേക്ക് തന്നെ വരും. ഓക്കെ, സോ ഇനി ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ഓഫ് ചാർജ് ഫ്രം ചാർജ്ഡ് ഒബ്ജക്റ്റ് ടു ദ എർത്ത് ഈസ് കോൾഡ് എർത്തിങ്. ഇതെവിടെയും നിങ്ങൾ കേട്ടിട്ടുണ്ടോ എർത്തിങ്? നിങ്ങൾ പുസ്തകം നമ്മുടെ വീട്ടിലൊക്കെ വയറിങ് നടക്കുമ്പോൾ എർത്തിങ് ചെയ്യാന്നൊക്കെ പറയില്ലേ? കേട്ടിട്ടുണ്ടോ? ഇല്ല, കേൾക്കണം മക്കളെ. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് അറിവ് നേടിയിരിക്കണം. ഇതെന്താണ് ഇവർ ചെയ്യുന്നത്? അയാൾ വന്ന് എർത്തിങ് ചെയ്തിട്ട് പോയിട്ടോ എന്ന് പറയുമ്പം നമ്മൾ എന്താ പറയണ്ടേ? ഒന്നും അറിയാതെ എർത്തിങ്ങോ എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല എന്നല്ല, നമ്മൾക്ക് അതിനെക്കുറിച്ച് അറിവുണ്ട് എന്ന് ഈ വയറിങ് ചെയ്യാൻ വരുന്നവർക്ക് തന്നെ ഒരു ബോധ്യമുണ്ടെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള ഇമ്പ്രഷൻ തന്നെ മാറിപ്പോവും. ഈ കുട്ടിക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്നാവും, അല്ലേ ജോയല്ലേ? നമ്മൾക്ക് ഏത് കാര്യമായാലും പോസിറ്റീവായി മതി കേട്ടോ. പോസിറ്റീവായ ഏത് കാര്യങ്ങളായാലും നമുക്കതിനെക്കുറിച്ചൊരു അറിവുണ്ടെങ്കിൽ നമ്മളുടെ എന്താ പറയണ്ടേ അന്തരീക്ഷം തന്നെ മാറും, അല്ലേ? നമ്മളെക്കുറിച്ചുള്ള ഇമ്പ്രഷൻ തന്നെ മാറും. ആ കുട്ടിക്ക് ഒരു അറിവുണ്ട്, നല്ല വിവരമുണ്ടല്ലോ, അല്ലേ? അല്ല പിന്നെ ഒരു വേറെ പേര് പറയാം, അല്ലേ? ഇതിനെയൊക്കെ പഠിക്കാൻ വിട്ടിട്ട് കാര്യമില്ല, ഒരു മൂളയില്ല എന്ന് പറയാം, അല്ലേ? അങ്ങനെ പറയിപ്പിക്കണോ? വേണ്ട, അല്ലേ? നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഈ സയൻസൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഒരുപാട് എന്താ പറയണ്ടേ സിറ്റുവേഷനിൽ ഹാൻഡിൽ ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ ഈ അറിവിനെ. ഓക്കെ, അതുപോലെ തന്നെ വിസ്ഡം ഉണ്ട്, പ്രാക്ടിക്കൽ വിസ്ഡം ഉണ്ട്. എന്താ വിസ്ഡം? എല്ലാം ബൈഹാർട്ട് പഠിച്ച് പേപ്പറിലോട്ട് എഴുതി വെച്ച് മാർക്ക് വാങ്ങിയാൽ കുട്ടിക്ക് നല്ല മാർക്കാണ്, അത് വിസ്ഡമാണ്. ഓക്കെ, ബുദ്ധിയുള്ള കുട്ടി തന്നെ നമുക്ക് പറയാം. പക്ഷേ അതല്ല പ്രാക്ടിക്കൽ വിസ്ഡം. എന്താണ് പ്രാക്ടിക്കൽ വിസ്ഡം? നമ്മൾ പഠിച്ച കാര്യങ്ങളെ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ സിറ്റുവേഷൻസ് വരുമ്പോൾ ഉപയോഗിക്കുന്നതാണ് പ്രാക്ടിക്കൽ വിസ്ഡം. ഓക്കെ, വിസ്ഡത്തെ എൻ്റെ അഭിപ്രായത്തിൽ പ്രാക്ടിക്കൽ വിസ്ഡമാണ് കൂടുതൽ വേണ്ടത്, അല്ലേ? നമ്മൾ ഏതായാലും ജീവിക്കുന്നവരാണല്ലേ? ജീവിക്കുമ്പോൾ കുറച്ച് മര്യാദയ്ക്ക് അറിവുള്ള കുട്ടികളായി ജീവിക്കാൻ പരിശ്രമിക്കാം, അല്ലേ? ഇപ്പം നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വങ്ങളൊന്നും ഇല്ലല്ലോ, അല്ലേ? സോ നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടംപോലെ നോളജ് അക്വയർ ചെയ്യാൻ പറ്റിയ ടൈമാണിത്. ഇപ്പോൾ നിങ്ങൾ നേടിയെടുക്കുന്നതാണ് പിന്നീട് നിങ്ങൾക്ക് ഒരുപാട് സാഹചര്യം ഉപകാരം വരും. കാരണം ആ സമയം നിങ്ങൾക്ക് ജീവിതത്തിൽ തിരക്കൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്കിപ്പോൾ അക്വയർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആ സമയത്ത് നല്ലോണം ഉപയോഗത്തിൽ വരും. കുറച്ച് കഴിയുമ്പം വല്ല മിസ്സിനെ പോലൊക്കെ ഭയങ്കര തിരക്കൊക്കെ ആവും. ഓക്കെ, അങ്ങനെ തിരക്കൊക്കെ ആകുമ്പം പിന്നെ പുതിയ നോളജ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്ട്രെയിൻ എടുക്കേണ്ടി വരും. ഇപ്പം സമയത്ത് നിങ്ങൾക്ക് അത് ഇഷ്യൂ ഇല്ല, നിങ്ങൾക്ക് നോളജ് അക്വയർ ചെയ്യാൻ പിന്നെ പറ്റിയ സമയമാണിത്. അതുകൊണ്ട് പറ്റുന്നത്ര ഗുഡ് നോളജുകൾ അക്വയർ ചെയ്യാൻ വേണ്ടി നോക്കുക, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടല്ലോ. ദെൻ ഇനി ദ സ്റ്റോറി ഓഫ് ലൈറ്റനിങ്. നമ്മൾ കാണുന്ന നമ്മുടെ ലൈറ്റനിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലേ, ആളിച്ചിരി ഡേഞ്ചർ സാധനമാണെന്നൊക്കെ പറഞ്ഞു. അപ്പം മിസ്സ് പറഞ്ഞു ആൾ ഡേഞ്ചർ ആണെങ്കിലും ഉപകാരിയും കൂടിയാണെന്ന്. ഹൗ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ അസ്? How the lightning is useful for us? ഞാൻ മ്യൂട്ട് ചെയ്തില്ല, പറഞ്ഞോളൂ.
ആരാ? ആൻമരിയ ഈ സേയിങ് സംതിങ്. Electricity. ആ, നോ നോ നോ, ലൈറ്റനിങ്, തണ്ടർ ആൻഡ് ലൈറ്റനിങ്. Electricity giving energy. നോ നോ മക്കളെ, ദാറ്റ് ഈസ് നോട്ട് മൈ ക്വസ്റ്റ്യൻ. ഒരു നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയയെ കുറിച്ചൊക്കെ മിസ് പറഞ്ഞായിരുന്നോ? നമ്മുടെ പയറ് ചെടി ഒന്ന് പറിച്ചു നോക്കിക്കേ, വേരോടെ. കായ്ക്കുന്ന പയർ പോയി പറിച്ചേക്കല്ലേ, അമ്മയുടെ നടി കിട്ടും. കായൊക്കെ കഴിഞ്ഞ് ഉണങ്ങിക്കഴിഞ്ഞ പയർ ചെടി ഉണ്ടല്ലോ, അതൊന്ന് വലിച്ചു പറിച്ചു നോക്കുക. അതിൻ്റെ വേരിങ്ങനെ കുലുക്കി കുലുക്കി ഒന്ന് പറിച്ചു നോക്കുക. അതിൻ്റെ ഈ റൂട്ടിൻ്റെ അടിയിൽ ചെറിയ ചെറിയ മുഴ പോലെ വൈറ്റ് ബോൾസ് പോലെ കാണാം. അതെന്തോന്നറിയാമോ? നിങ്ങൾക്കൊന്നും അറിയത്തില്ല, ഞാനൊന്നും പറഞ്ഞു തരുന്നില്ല. അത് നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയ ആണ്. ഈ നൈട്രജൻ എവിടെ? അന്തരീക്ഷത്തിൽ നിന്ന് വരുന്നേ. നമ്മുടെ ലൈറ്റനിങ് വരുമ്പോൾ വരും. ഓക്കെ, എന്ത് പറ്റി ഫെയ്ത്ത്? പയറിൻ്റെ വള്ളി പറിക്കാൻ പോയതാണോ ഫെയ്ത്ത്? ഇപ്പം പോകണ്ട, പിന്നെ പോയാൽ മതി കേട്ടോ. ഓക്കെ, ദെൻ ദ സ്റ്റോറി ഓഫ് ലൈറ്റനിങ്, ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് കേട്ടോണേ. സോറി. Now it is possible to explain lightning in terms of charges produced by rubbing. കണ്ടോ, നമ്മൾ റീഫില്ലിൻ്റെ കാര്യം പറഞ്ഞില്ലേ? അത് എന്താണ്? പിന്നെ ലൈറ്റനിങ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് സ്കെയിൽ ഇലക്ട്രിക് സ്പാർക്കാണ് അല്ലേ? ലൈറ്റനിങ് മീൻസ് ഹ്യൂജ് സ്കെയിൽ ഇലക്ട്രിക് സ്പാർക്കാണ്. നമ്മൾ പറഞ്ഞു ലൂസ് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ ദർ വിൽ ബി ഇലക്ട്രിക് സ്പാർക്ക് അല്ലേ? ലൂസ് കോണ്ടാക്റ്റ് ഉണ്ടാകുമ്പോൾ അവിടെ ഇലക്ട്രിക് സ്പാർക്ക് ഉണ്ടാകും. ഇതിൻ്റെ ഒരു ഹ്യൂജ് സ്കെയിൽ മീൻസ് വെരി ബിഗ്, വലിയ തോതിലുള്ള ഒരു ചാർജ് തന്നെയാണ് ലൈറ്റനിങ് വരുന്നത്. ഇവിടെ റബ്ബിങ് കൊണ്ടാണ് വരുന്നതെന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മളൊരു റീഫിലിനെ പോളിത്തീൻ എടുത്ത് റബ്ബ് ചെയ്തിട്ട് ചാർജ് ചെയ്ത പോലാണോ? നോക്കാം. ഓക്കെ, നല്ല ഒരു സ്റ്റോറിയാണ്, നല്ല രസമുണ്ട് വായിക്കാൻ കേട്ടോണേ. Now it is possible to explain lightning in terms of charges produced by rubbing. അതും വേണ്ട അല്ലേ? During development of thunderstorm, the air currents move upward while the water droplets move downward. എന്താണ് ഇതിനെ? ഡ്യൂറിങ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് തണ്ടർസ്റ്റോം, ഇടിയും മിന്നലും നല്ല കാറ്റൊക്കെ ഉള്ളപ്പോൾ എന്ത് സംഭവിക്കും? ഇത് എയർ കറണ്ട് മൂവ് അപ്വേർഡ്സ്. എയർ കറണ്ട്, എയർ മൂവ്സ് അപ്വേർഡ്, മുകളിലേക്ക് പോകും. അന്നേരം എന്ത് പറ്റും? മുകളിൽ നിന്ന് താഴോട്ട് ആര് വീഴും? മഴ പെയ്യും അല്ലേ? കാറ്റ് മുകളിലോട്ട് പോകും, മഴ താഴോട്ട് വരും. അവർ തമ്മിൽ നല്ല ഇടി നടക്കും അല്ലേ? നല്ല ഇടി നടക്കും, റബ്ബിങ് നടക്കും അല്ലേ? റബ്ബിങ് നടക്കും. ഓക്കെ, സോ നോക്കണോ, during the development of thunderstorm, the air current move upward while the water droplet move downward. This vigorous movements cause separation of charges. അങ്ങനെയുള്ള വിഗറസ് മൂവ്മെൻറ്റിൽ ഒരാൾ അങ്ങോട്ട് പോകുന്നു, ഒരാൾ ഇങ്ങോട്ട് പോകുന്നു, ആകെ കൂട്ടിയിടിയും ബഹളം, ആകെ ഒരു എന്താ പറയണ്ടേ, എന്നാണ് ആകെ കൂടെ ഒരു ബഹളം അല്ലേ? നമ്മുടെ ഉത്സവങ്ങൾക്കൊക്കെ പോയാലല്ലേ, അല്ലെ ഒരു ബസ് വന്നിറങ്ങുമ്പോഴത്തേക്ക് ഒരു തിരക്ക് കാണുന്നില്ലേ? അതിലേക്കൊക്കെ ഹ്യൂജ് സ്കെയിലുള്ള നല്ലൊരു തിരക്ക്. എന്തിനാണ്? കാറ്റിന് മുകളോട്ട് പോകണം, വെള്ളത്തിന് താഴോട്ട് വരണം. രണ്ടുപേരും തമ്മിൽ മത്സരമാകും, കൂട്ടിയിടിച്ച് വല്ലാതെ ഒരു രസം. ദിസ് വിഗറസ് മൂവ്മെൻറ്റ് കോസ് സെപ്പറേഷൻ ഓഫ് ചാർജസ് അല്ലേ? അങ്ങനെ കൂട്ടിയിടിച്ച് നടക്കുമ്പോഴാണ് നമ്മുടെ പോക്കറ്റിലെ പൈസയൊക്കെ പോകുന്നത്. പോക്കറ്റ് അടിയൊക്കെ നടക്കുന്നത് എപ്പോഴാണ്? നമ്മൾ കഥയിൽ നിന്നും കുറേ അങ്ങ് മാറിപ്പോകുന്നു അല്ലേ? കൂട്ടിയിട്ട് നടക്കുമ്പോൾ നമ്മൾ നേരത്തെ മുട്ടിൽ അറിയത്തില്ല, അതിനിടയ്ക്ക് വിദഗ്ധർ വന്ന് പോക്കറ്റിലെ കീശ കട്ട് ചെയ്തുകൊണ്ട് പോലെ. സെയിം പോലെ ഇവരിങ്ങനെ കാറ്റ് മുകളിലോട്ട് പോകാൻ നോക്കുന്നു, വെള്ളം താഴോട്ട് വരാൻ നോക്കുമ്പോൾ ആ വിഗറസ് മൂവ്മെൻറ്റിൽ സെപ്പറേഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് ചാർജസ് മേ ഹാപ്പൻ. ഓക്കെ, ദെൻ ബൈ എ പ്രോസസ് നോട്ട് എറ്റ് കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റുഡ്. ഇതുവരെ നമുക്കതിനെ 100% അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. പ്രോസസ് ദ പോസിറ്റീവ് ചാർജസ് കളക്ട് നിയർ ദ അപ്പർ എഡ്ജ് ഓഫ് ദ ക്ലൗഡ്. ലിസൺ ഹിയർ. പോസിറ്റീവ് ചാർജസ് യു ക്യാൻ സീ അറ്റ് ദ പിക്ചർ 15.5. ലുക്ക് അറ്റ് ദാറ്റ് പിക്ചർ. കണ്ടോ? the positive charge collect near the upper edge of the clouds and the negative charges accumulate near the lower edge. കണ്ടോ? പോസിറ്റീവ് ചാർജ് ക്ലൗഡ്സിൻ്റെ അപ്പർ ലെയറിൽ പോവും, നെഗറ്റീവ് ചാർജ് ലോവർ ലെയറിലേക്ക് വരുന്നു.
There is accumulation of positive charges in the near the ground also. കണ്ടോ, ഗ്രൗണ്ടിൻ്റെ എവിടെയും ഉണ്ടോ, മുകൾ സൈഡിലും താഴെ സൈഡിലും പോസിറ്റീവ് ചാർജ്. നടുക്കാരാണ് നമ്മുടെ ബ്രെഡിലെ സാൻഡ്വിച്ച് പോലെ അല്ലേ, മുകളിലും താഴെയും ബ്രെഡ് ഉണ്ടാവും, നടുക്ക് സാൻഡ്വിച്ചിൻ്റെ കുറച്ച് ക്രീമും. നമുക്കതല്ലേ വേണ്ടത് അല്ലേ? എടോ ബർഗറൊക്കെ തിന്നുമ്പോൾ എന്നതാ എന്നാടോ ഒരു നമ്മളതിൻ്റെ ബർഗർ എന്ന് പറയും, നോർത്ത് ഇന്ത്യയിൽ അതിൻ്റെ ഹോട്ട് ഡോഗ് എന്നാണ് പറയുന്നത്. എന്തോന്നാ ഹോട്ട് ഡോഗ്? ഒന്നുമില്ല, ഒരു ബണ്ണിനെ നടുക്കി അങ്ങ് മുറിച്ചിട്ട് കുറച്ച് എന്നതാ കുറച്ച് കാബേജും എന്നൊക്കെ വേണം, കുറച്ച് തക്കാളിയോ എന്നെ ഇഷ്ടമുള്ള വേണേൽ ഒരു മുട്ടയൊക്കെ പൊരിച്ചിട്ട് ബുൾസയോ ഓംലെറ്റൊക്കെ ആക്കി അതിൻ്റെ നടത്ത് വെച്ചിട്ട് ഇതാക്കാം, എന്നിട്ട് വിളിച്ചിട്ട് സാധനമല്ലേ ബർഗർ. ഇതുപോലെ ഞാൻ മിസ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, അങ്ങനെയൊന്നും കമ്പാരിസൺ നടത്താൻ പറ്റത്തില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഈ ഡ്യൂറിങ് ദിസ് തണ്ടർ സ്റ്റോംസ് ടൈം ദ പോസിറ്റീവ് ചാർജ് അക്യുമുലേറ്റ് അപ്വേർഡ് ദ clouds and there is also a chance of accumulation this positive charges on the ground also. Okay, and negative charges in between them. When the magnitude of the accumulated charges become very large, the air which is normally poor conductor of electricity no longer able to resist flow. കണ്ടോ, എയർ പൂവർ കണ്ടക്ടറാണ്. നമ്മൾ പഠിച്ചില്ലേ കണ്ടക്ടറും ഗുഡ് കണ്ടക്ടറും ബാഡ് കണ്ടക്ടറും അല്ലെ പൂവർ കണ്ടക്ടറും പഠിച്ചില്ലേ? കണ്ടക്ടേഴ്സ് ഉണ്ട്, ഇൻസുലേറ്റേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞു എല്ലാ കാര്യത്തിലും നമുക്ക് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയാൻ കൃത്യമായി ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അണ്ടർ certain conditions this insulators or metals may compel to pass current through it. അതേ സിറ്റുവേഷനാണ് ഇപ്പം ഇത്. നോർമലി എയർ പൂവർ കണ്ടക്ടറാണ്, ഓക്കെ. പക്ഷേ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ എയറിന് കറണ്ടിന് ഫ്ലോ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ ഇറ്റ് വിൽ അലൗ കറണ്ട് ടു പാസ് ത്രൂ ഇറ്റ്, ഫ്ലോ ത്രൂ ഇറ്റ്. ഓക്കെ, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ചാർജസ് മീറ്റ് പ്രൊഡ്യൂസിങ് സ്ട്രീക്സ് ഓഫ് ബ്രൈറ്റ് ലൈറ്റ് ആൻഡ് സൗണ്ട്. അങ്ങനെയാകുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും കൂടെ എന്ത് പറ്റും? മുട്ടും. ഓക്കെ, കൂട്ടിമുട്ടുമ്പോൾ ഇറ്റ് പ്രൊഡ്യൂസ് സ്ട്രീക്സ് ഓഫ് ബ്രൈറ്റ് ലൈറ്റ് ആൻഡ് സൗണ്ട് അല്ലേ. അപ്പോൾ വലിയ മിന്നലും ഒച്ചപ്പാടും ബഹളവും എല്ലാം മാറും. ഇതിനു മുമ്പ് പറഞ്ഞത് മിന്നലും ലൈറ്റ് തണ്ടറൊക്കെ ഉണ്ടാകുന്നത് ഈ ക്ലൗഡ്സ് തമ്മിലുള്ള ക്രാഷ് മൂലമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ അതിനെ ഒന്നുകൂടെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ചാർജ് സെപ്പറേഷൻ കാര്യങ്ങളും കൂടെ ഉണ്ട്. ഇതുവരെ നമ്മൾ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, മേഘങ്ങൾ തമ്മിലുള്ള കൂട്ടിയിടിക്കുമ്പോഴാണ് കറണ്ട് തണ്ട് ലൈറ്റ് കിട്ടുന്നതെന്നൊക്കെ. അതുതന്നെയാണ്, പക്ഷേ അതിൻ്റെ അകത്ത് ഉള്ളിൽ നടക്കുന്ന വേറൊരു പ്രോസസ്സാണ് ഈ സെപ്പറേഷൻ ഓഫ് ചാർജ് എന്നുള്ളത്. ഓക്കെ, ദ പ്രോസസ് ഈസ് കോൾഡ് ഇലക്ട്രിക് ഡിസ്ചാർജ്. ആ ലൈറ്റനിങ് എന്ന് പറയുന്നതാണ് ഇലക്ട്രിക് ഡിസ്ചാർജ് ആണ്. നിങ്ങൾ പഠിച്ചില്ലേ, കഴിഞ്ഞ 7th സ്റ്റാൻഡേർഡിലല്ലേ പഠിച്ചത്, ഈ ലൈറ്റനിങ് എന്ന് പറഞ്ഞാൽ ഗോഡ്സിൻ്റെ വരാന്ത എന്നൊക്കെ. എന്നാ പറയണ്ടേ, അതിനൊരു വാക്ക് പറയും മിസ്, വറാത്ത് വരുവാന്ന് പറയും, കേട്ടിട്ടുണ്ടോ? നിങ്ങളോടല്ലേ മിസ് പറഞ്ഞു? ഈ പടത്തിൽ തന്നെ പറഞ്ഞായിരുന്നു. സെയിം. അപ്പം നമ്മളോട് ഇപ്പം മനസ്സിലായില്ലേ, ഇത് പിന്നെ ഗോഡിൻ്റെ വരാത്തൊന്നും അല്ല. എന്താണിത്? ഇത് നമ്മുടെ ചാർജസിൻ്റെ അല്ലേ, റബ്ബിങ് മൂലമുണ്ടാകുന്ന ചാർജസിൻ്റെ പല കലാപരിപാടിയാണ് ഈ നടക്കുന്നതെന്ന്. ഓക്കെ, സോ ദ പ്രോസസ് ഓഫ് ഇലക്ട്രിക് ചാർജ് ക്യാൻ ബി ഒക്കർ ബിറ്റ്വീൻ ടു ഓർ ടു മോർ ക്ലൗഡ്സ്. രണ്ട് മേഘങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കാം, അല്ലെ പല മേഘങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കാം. ഓർ ബിറ്റ്വീൻ ക്ലൗഡ്സ് ആൻഡ് ദ എർത്ത്, ക്ലൗഡ്സും എർത്തും തമ്മിൽ സംഭവിക്കാം. ടുഡേ വി നീഡ് നോട്ട് ബി ഫ്രൈറ്റൻഡ് ബൈ ലൈറ്റനിങ് ലൈക്ക് അവർ ആൻസിസ്റ്റേഴ്സ്. പണ്ടേ നമ്മളുടെ ആൾക്കാർക്ക് ഇടിയും മിന്നൽ എന്നൊക്കെ പറഞ്ഞാൽ പേടിയായിരുന്നു അല്ലേ. ശരിക്കും പറഞ്ഞാൽ അത് പേടിയെന്ന് വെച്ചാൽ പണ്ടത്തെ ആൾക്കാർക്ക് വേറെ പല കാര്യങ്ങളിലും അറിയാമായിരുന്നെങ്കിലും നമ്മളെക്കാൾ അറിവ് കൂടുതലുണ്ടായിരുന്നെങ്കിലും പക്ഷെ സയൻറ്റിഫിക്കായിട്ട് കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് തലമുറകൾ പഠിച്ചു വരുന്നത് അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്യും? അവരുടെ ശക്തിക്ക് അപ്പുറമുള്ള കഴിവുകളെ ദൈവങ്ങളാന്ന് വിളിച്ചു അല്ലേ. ദൈവങ്ങളെന്ന് പേരിട്ട് അതിനെ പൂജിച്ച് ബഹുമാനിച്ച് റെസ്പെക്റ്റ് ചെയ്യും. എന്തിനാ? ഞങ്ങളൊന്നും ചെയ്യില്ലെന്ന് പറയാൻ വേണ്ടി. പക്ഷെ ഇപ്പം നമുക്ക് മനസ്സിലായി ഇത് ദൈവങ്ങളൊന്നുമല്ല, ഇത് നാച്ചുറൽ ഫിനോമിനയാണ്. ഇറ്റ് ഈസ് നാച്ചുറൽ ഫിനോമിനയാണ്. ഓക്കെ, നൗ വി അണ്ടർസ്റ്റുഡ് ദ ബേസിക് ഫിനോമിന. സയൻറ്റിസ്റ്റ് ആർ ട്രൈങ് ടു ഹാർഡ് ടു ഇംപ്രൂവ് ദിസ് അണ്ടർസ്റ്റാൻഡിങ്. ഹവർ ലൈറ്റനിങ് സ്ട്രൈക്സ് കുഡ് ഡിസ്ട്രോയ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. It is therefore necessary to take measures to protect themselves. നമുക്ക് സയൻറ്റിഫിക് റീസൺസും കാര്യങ്ങളൊക്കെ അറിയാം. ഇത് നമ്മുടെ ചാർജസ് സെപ്പറേറ്റ് ചെയ്തിട്ട് മുകളിലും താഴെയും വന്ന് കൂട്ടിയിരിക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ലൈറ്റനിങ് വരുമ്പം പോയിട്ട് ഇറങ്ങി നിന്നേക്കല്ലേ.
കേട്ടോ. ഇതെന്നട്ടോ നിസ്സാര കാര്യം, ഇത് ദൈവത്തിൻ്റെ പരിപാടിയൊന്നുമല്ലെന്നേ. ഇതാ ചാർജ് ഇതാകുന്ന മിസ്സ് ക്ലാസ്സിൽ പറഞ്ഞു, ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇതിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഹീറോയിസം കളിക്കാൻ പോയേക്കല്ലോ കേട്ടോ. ഹീറോയിസം കളിക്കാൻ പോയാൽ മിക്കവാറും പിന്നെ ഹീറോയിസം കളിക്കേണ്ട ആവശ്യം വരത്തില്ല. സോ ബി വെരി കെയർഫുൾ. ദെൻ വാട്ട് ആർ ദ മെത്തേഡ്സ്, വാട്ട് ആർ ദ പ്രിക്കോഷൻസ് വി ക്യാൻ ടേക്ക് ടു അവോയ്ഡ് ലൈറ്റനിങ്. നിങ്ങൾ ന്യൂസിലൊക്കെ എപ്പോഴും കാണുന്നില്ലേ ഈ മിന്നലേറ്റ ആൾക്കാർ മരിച്ചു എന്നൊക്കെ കുറേ കേൾക്കുന്നില്ലേ? ഓക്കെ. ലൈറ്റനിങ് സേഫ്റ്റി. ഡ്യൂറിങ് ലൈറ്റ്നിങ് ആൻഡ് തണ്ടർ സ്റ്റോം നോ ഓപ്പൺ സ്പേസ് ഈസ് സേഫ്. എന്താണ് മെയിൻ റീസൺ? ഓപ്പൺ സ്പേസിൽ നിൽക്കാൻ പാടില്ല. കാരണം ആ ഓപ്പൺ സ്പേസിൽ നിൽക്കുമ്പോൾ നമ്മളായിരിക്കും അവിടുത്തെ ഹൈറ്റ് കൂടിയ വസ്തു. ഓക്കെ. സോ അതാ നമ്മളെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യും. എടാ നമ്മൾ ഈ തിന്നാൻ കൊണ്ടിരിക്കുന്ന പശുവൊക്കെ മിന്നലേറ്റ് മരിച്ചുപോയി ചത്തുപോയി എന്ന് പറയല്ലേ? മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ ആത്മാക്കളുള്ള തന്നെ മരിച്ചു പോകുന്നല്ലേ, മൃഗങ്ങളൊക്കെ ചത്തുപോയി എന്നാണ് പറയുന്നല്ലേ, ഇത് പറയല്ലേ? എന്തുകൊണ്ടാണ്? അത് ഓപ്പൺ സ്പേസ് ആണെങ്കിൽ ആ പശു ആയിരിക്കും അവിടെ ഏറ്റവും ഹൈറ്റ് കൂടിയ വസ്തു അടുത്തുള്ള പ്രദേശങ്ങളിലെ. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഓപ്പൺ സ്പേസിൽ കെട്ടിയ അപകടം കൂടുതൽ സംഭവിക്കുന്നത്. നോക്കുക, ഹിയറിംഗ് തണ്ടർ ഈസ് ആൻ അലേർട്ട് ടു റഷ് ടു സേഫർ പ്ലേസ്. കണ്ടോ, ഇടി കേൾക്കുമ്പോഴേ എന്ത് ചെയ്യണം? അതൊരു വാണിംഗ് ആണ്. പിന്നെ മിന്നൽ കാണാൻ വേണ്ടി ആകാശത്തേക്ക് നോക്കി നിന്നേക്കരുത്. ഓക്കെ. അന്നാ ഞാനെന്താ ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല, ഞാനാള് എന്നും പറഞ്ഞ് അവിടെ നിന്നാൽ മിക്കവാറും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദാറ്റ്സ് എ വാണിംഗ്. ബെല്ലടിക്കുന്നതാണ്. എന്തിനാ? ഓടിക്കോ മക്കളെ, സേഫായ സ്ഥലത്തേക്ക് പൊക്കോളാൻ. അതാണ് ഹിയറിംഗ് തണ്ടർ ഈസ് ആൻ അലേർട്ട്. മിന്നല് കഴിഞ്ഞിട്ടല്ലേ ഇടി വരുന്നത്? അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അതിൻ്റെ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. നമ്മൾ പറയല്ലേ ഇടി ലൈറ്റനിങ്ങിൻ്റെ വേവ്സ് സ്പീഡിൽ സഞ്ചരിക്കും. എന്തിനേക്കാൾ കൂടുതൽ സൗണ്ടിൻ്റെ വേവ്സും എല്ലാം ഇങ്ങോട്ട് വേവ്സ് ആണല്ലോ, ഇതാണ്. അപ്പോൾ അത് ഇങ്ങോട്ട് റീച്ച് ചെയ്യാൻ സ്പീഡിൽ പോകുന്നത് ലൈറ്റനിങ്ങിൻ്റെയാണ്. വേവ്സിൻ്റേത് സൗണ്ടിൻ്റേത് കുറച്ചുകൂടെ ലേറ്റ് ആവും വരാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ആ വേവ് ലെങ്തിലുള്ള ഡിഫറൻസാണ് അങ്ങോട്ട് സംഭവിക്കുന്നത്. ഓക്കെ. പിന്നെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ശാസ്ത്രീയമായ തെളിവൊന്നും അറിയില്ല, എത്രയോ ലൈറ്റനിങ് മുഴക്കം കേട്ട് കഴിഞ്ഞിട്ടാണ് അത് വ്യത്യാസം വന്നിട്ടുണ്ടല്ലേ, ലൈറ്റനിങ് വരുന്നതെങ്കിൽ എത്രയോ കിലോമീറ്റർ ദൂരെയാണെന്നൊക്കെ. എനിക്ക് തെളിവൊന്നും അറിയില്ല കേട്ടോ, ഇങ്ങനെ പറഞ്ഞു കേട്ടുള്ള അറിവാണ്, സയൻറ്റിഫിക് റീസണൊന്നും എനിക്കറിയില്ല. ഓക്കെ. ഇതൊക്കെ റെക്കോർഡിങ് പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ മിസ് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടല്ലേ. സോ ഇനി ആഫ്റ്റർ ഹിയറിംഗ് ദ ലാസ്റ്റ് തണ്ടർ വെയിറ്റ് ഫോർ സം ടൈം ബിഫോർ കമ്മിങ് ഔട്ട് ഓഫ് ദ സേഫ് പ്ലേസ്. അല്ലേ? ഈ തണ്ടർ കേട്ട ശേഷം അത് പോയി കാണുമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങി വരാൻ പാടില്ല, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. അടുത്ത ബാക്കി വരുന്നുണ്ടോ എന്നറിയില്ല. ഒരു ഇടിയായിട്ട് അങ്ങ് നിൽക്കത്തില്ല. കാരണം അവിടെ ഈ റബ്ബിങ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. ക്ലൗഡ്സും എർത്തും തമ്മിലോ ക്ലൗഡ്സും തമ്മിലുള്ള ഈ റബ്ബിങ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു റബ്ബിങ് കഴിഞ്ഞിട്ട് അങ്ങ് നിന്നു എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. നേരെ കണ്ടിന്യൂസ് ഉണ്ടാവും. ഓക്കെ. സേഫായ സ്ഥലത്ത് നിന്ന് നമ്മൾ പുറത്തിറങ്ങി വരാൻ വേണ്ടി കുറച്ചൊരു ക്ഷമ വേണം. ഓക്കെ. ഇനി ഫൈൻഡിങ് എ സേഫ് പ്ലേസ്. എ ഹൗസ് ഓർ ബിൽഡിംഗ് ഈസ് എ സേഫ് പ്ലേസ്. If you are traveling by a car or bus, you are safe inside with windows and doors of the vehicle shut. വാഹനത്തിനുള്ളിലാണെങ്കിൽ അത് ഡോർസ് ക്ലോസ് ചെയ്തിരിക്കുകയാണ് എപ്പോഴും നല്ലത്. വീടിനകത്തായാലും ഡോർ ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നത് തന്നെയാണ് സേഫ് ആയിട്ടുള്ളത്. ഇനി ഡൂസ് ആൻഡ് ഡോൺസ് ഡ്യൂറിങ് ദ തണ്ടർസ്റ്റോം. ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യേണ്ടാത്ത കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഔട്ട്സൈഡ് open vehicles like motorbikes, tractors, construction machinery, open cars are not safe. Open field, tall trees, shelters in parks, elevated places do not protect us from lightning strokes. Elevated means ഉയർന്നു നിൽക്കുന്ന അർത്ഥം കേട്ടോ. Carrying an umbrella is not at all safe. Good idea. അംബർലയും കൊണ്ട് പോകുന്നത് കുഴപ്പമില്ല. ഇപ്പോഴത്തെ പണ്ടത്തെ അംബർലയ്ക്ക് മുകളിൽ ഒരു ഷാർപ്പ് സാധനം പൊങ്ങി നിൽക്കും അല്ലേ? കണ്ടിട്ടോ? നമ്മുടെ അച്ചായന്മാരുണ്ട്. ഇപ്പോഴും ഉണ്ടോ? കാലംകൊട. യെസ്, ദാറ്റ് ഇസ് ഗുഡ്. കാലംകൊടയുടെ മുകളിൽ ഒരു സാധനം ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ടാവില്ല, തിളങ്ങുന്ന സാധനം അല്ലേ? ഓക്കെ, ഗുഡ്. ഇൻ എ ഫോറസ്റ്റ് ടേക്ക് ഷെൽട്ടർ അണ്ടർ എ ഷോർട്ടർ ട്രീ, നോട്ട് ടോളർ ട്രീ, അണ്ടർ ഷോർട്ട് ട്രീ. If no shelter is available and you are in an open field, stay far away from all trees. Stay away from poles or other metal objects. Do not lie on the ground. Instead, scoot low on the ground. Place your hands in your knees with your heads between the hands.
ദിസ് പൊസിഷൻ വിൽ മേക്ക് യു ദ സ്മോളസ്റ്റ് ടാർജറ്റ് ടു ദ അർക്ക്. കണ്ടോ, അതൊരു കെ വിയിലെ കൊച്ചായിരിക്കുന്നത് എന്തോന്നല്ലേ, ബ്ലൂ യൂണിഫോം ഒക്കെ കാണുന്നു അല്ലേ. അങ്ങനെ നിലത്ത് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ലൈറ്റനിങ് കിട്ടുന്നത് കുറവായിരിക്കും. കാരണം നമ്മൾ നിൽക്കുമ്പോൾ ഫുള്ള് ഷാർപ്പ് അടിച്ചല്ലേ. നിങ്ങൾ കണ്ടിട്ടില്ലേടാ, ഇനി വരാൻ പോകുന്നുള്ളത് ഈ നമ്മുടെ പള്ളിയോ അങ്ങനെയുള്ള സ്ഥലം ഉയർന്ന സ്ഥലത്ത് ലൈറ്റനിങ് അറസ്റ്റർ വെച്ചിട്ട്. ഓക്കെ, അതെന്തിനാണെന്ന് നമുക്ക് നോക്കാം. Then inside the house, lightning can strike telephone cords, electrical wires and metal pipes. Do you remember? Lightning is an electric discharge. During the thunderstorm, this shouldn't be avoided. It is safer to use mobile phones and cordless phone. മൊബൈൽ ഫോണും കോഡ്ലെസ് ഫോണും ഉപയോഗിക്കാമെന്നൊക്കെ ഈ സേഫാണെന്ന് ഇവർ പറയുന്നുണ്ട്. പക്ഷേ ഇതിനു മുമ്പ് കുറച്ച് നാൾ മുമ്പ് പറയുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, കാരണം അത് എന്താണ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ വേവ് ലെങ്ത്തിൻ്റെ പ്രശ്നം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇവർ പറയുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാമെന്നാണ് കാരണം അതിനൊരു എഫക്റ്റ് വരുന്നില്ല എന്നാണ് പറയുന്നത്. However, it is not wise to call up a person who is receiving your phone through a wired phone. വയറില്ലടാ, നമ്മുടെ പണ്ടത്തെ ലാൻഡ് ഫോൺ, അത് അപ്പോൾ വയറിൽ കൂടെ പാസ് ചെയ്യും, അതാണ് പ്രശ്നം. ബാത്തിങ് ഷുഡ് ബി അവോയ്ഡഡ് ഡ്യൂറിങ് തണ്ടർ സ്റ്റോംസ് ടു അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് റണ്ണിങ് വാട്ടർ. കുളിക്കാൻ പാടില്ല, ഇടിയും മഴയും മുട്ടുമ്പോൾ ടവലെടുത്ത് കുളിമുറോട്ട് ഓടാൻ പാടില്ല അല്ലേ. എന്തുകൊണ്ടാ? വെറ്റായ ബോഡിയിലൂടെ പെട്ടെന്ന് എന്ത് പറ്റും, കറണ്ട് പാസ് ചെയ്യും. ഇലക്ട്രിക്കൽ അപ്ലയൻസ് ലൈക്ക് കമ്പ്യൂട്ടേഴ്സ്, ടി വി ഷുഡ് ബി അൺപ്ലഗ്ഡ്. അതൊക്കെ അൺപ്ലഗ് ചെയ്യണം, കാരണം വയറിൽ കൂടെ നന്നായിട്ട് കറണ്ട് പാസ്. എത്ര ഞാൻ നമ്മൾ കാണത്തില്ല, നല്ല ഇടിമിന്നലൊക്കെ. മിസ്സിൻ്റെ ഒക്കെ വീടൊക്കെ ടവറിൻ്റെ അടുത്താണ്, പെരിങ്ങോത്തെ ഐഡിയ ടവറോ അതാണ്ടൊക്കെ 2-3 ടവറൊക്കെയാണ് ചുറ്റുപാടും. എന്നാലും ഈ ചില സമയം ശക്തമായ ഇടി വരുമ്പോഴുള്ള ഈ നമ്മുടെ വയറിങ്ങിൻ്റെ പ്ലഗ് പോയിൻ്റുള്ളിൽ നിന്നൊക്കെ തീ ഇങ്ങനെ പാർന്ന് കാണാം, നല്ലോണം വരാറുണ്ട്. ദ ഇലക്ട്രിക്കൽ ലൈറ്റ്സ് ക്യാൻ റിമെയിൻ ഓൺ, ദേ ഡു നോട്ട് കോസ് എനി ഹാം. ലൈറ്റ് ഓൺ ചെയ്തിടാം, കാരണം അതിനെ അട്രാക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ടി വിയും അതുമൊക്കെ അൺപ്ലഗ് ചെയ്ത് തന്നെ ഇടാം, ലൈറ്റ് ഓണായി കിടന്നാൽ ഇടുന്നില്ല. നെക്സ്റ്റ് അടുത്ത ചെറിയൊരു പോർഷൻ കൊണ്ടാകും നമുക്ക് തീർക്കാം. ലൈറ്റനിങ് കണ്ടക്ടേഴ്സ് അല്ലേ. ലൈറ്റനിങ് കണ്ടക്ടർ ഈസ് എ ഡിവൈസ് യൂസ് ടു പ്രൊട്ടക്ട് ബിൽഡിംഗ് ഫ്രം ദ എഫക്റ്റ് ഓഫ് ലൈറ്റനിങ്. കണ്ടോ, എന്താണ് ലൈറ്റനിങ് കണ്ടക്ടർ ഈസ് എ ഡിവൈസ് വിച്ച് യൂസ് ടു പ്രൊട്ടക്ട് ബിൽഡിംഗ് ഫ്രം ദ ഇഫക്റ്റ് ഓഫ് ലൈറ്റനിങ്. ഞാൻ മിസ് പറഞ്ഞില്ലേ, നമ്മുടെ പള്ളിയുടെയും വലിയ വലിയ ഉയർന്നു നിൽക്കുന്നതിൻ്റെ മുകളിലൊക്കെ ലൈറ്റനിങ് അറസ്റ്റർ ഉണ്ടാവും അല്ലേ. അതെന്താ ചെയ്യുന്നത് നോക്കിക്കോളാം. എ മെറ്റാലിക് റോഡ് ടോളർ ദാൻ ദ ബിൽഡിംഗ്. ഇതാണ് ടോളർ ദാൻ ദ ബിൽഡിംഗ്. ജോയൽ ഇപ്പം നോക്കണ്ട, നമുക്ക് പിന്നെ ലൈറ്റനിങ് അറസ്റ്റർ നോക്കാം കേട്ടോ. ഇപ്പം എന്താ ബുക്കിലോട്ട് നോക്ക്. ശ്രീദേവ് ശ്രദ്ധ മാറിപ്പോകുന്നുണ്ടേ. ഇന്നെ മെറ്റാൽ ഞാൻ ബുക്കിൽ നോക്കി വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ടിരിപ്പുണ്ട് കേട്ടോ. മിസ് ബുക്കിൽ നോക്കുവാണല്ലോ എന്ന് ഓർത്തിട്ട് ഇടയ്ക്ക് കിട്ടുന്ന സമയത്ത് മുങ്ങണ്ട. എ മെറ്റാലിക് റോഡ് ടോളർ ദാൻ ദ ബിൽഡിംഗ് ഈസ് ഇൻസ്റ്റാൾഡ് ഇൻ ദ വോൾ ഓഫ് ദ ബിൽഡിംഗ് ഡ്യൂറിംഗ് കൺസ്ട്രക്ഷൻ. One end of the road is kept out in the air and the other end is buried deep in the ground. The road provides easy route for the transfer of electric charge to the ground. കണ്ടോ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്ഷണിച്ച് വരുത്തുകയോ ചെയ്യുന്നല്ലേ. എവിടെയെങ്കിലുമുള്ള കറണ്ടിനെ, ഇലക്ട്രിക് മിന്നലിനെ വലിച്ചിട്ട് എന്ത് ചെയ്യും, മോനെ നീ ഈ വഴി താഴോട്ട് പൊക്കോന്ന് പറയും. താഴോട്ട് പോയിട്ട് മണ്ണിൽ കണ്ടാൽ കുഴിച്ചിടും അല്ലേ. ലൈറ്റിംഗ് അറസ്റ്റ് എന്താ ചെയ്യുന്നത്, ശരിക്കും അട്രാക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നത്. ഷാർപ്പ് എൻഡല്ലേ മുകളിൽ കൊണ്ടു വച്ചേക്കുന്നേ, ആ ഷാർപ്പ് എൻഡിൽ മിന്നലേക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ശരിക്കും അതിനെ അട്രാക്റ്റ് ചെയ്തിട്ട് നീ അതിനെ കൂടെ പോയാൽ കുഴി പോയി വീഴുന്നു പറഞ്ഞ് എന്ത് ചെയ്യും, നല്ല വഴി കൂടെ കൊണ്ടുവന്നിട്ട് കുഴിക്കാത്തോട്ട് വിടും അല്ലേ. അപ്പോൾ ആൾക്കാരെ ഒന്നും പോയി പിടിക്കണ്ട, ഈ വഴി ഇങ്ങ് പോരെ, എന്നിട്ട് നീ ഭൂമിയിലേക്ക് പൊക്കോളാൻ പറയും. അതാണ് നമ്മുടെ ലൈറ്റിംഗ് അറസ്റ്റ് ചെയ്യുന്ന പരിപാടി. The road provides easy route for the transfer of electric charges to the ground. The metal columns used during construction, electrical wires and water pipes in the building also protect us to an extent, but do not touch them during thunderstorm. അല്ലേ, ഇടി മിന്നലുള്ളപ്പോൾ നമ്മൾ ഇതിനെ ഒന്നും പോയിട്ട് പിടിക്കാൻ പാടില്ല, കാരണം അത് ലൈറ്റ് പാസ് ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ലൈറ്റിനിങ് കണ്ടെത്തി തീർന്നിട്ടുണ്ട്. എർത്ത് ക്വാക്ക് വേറെ ദിവസം എടുക്കാം. യു ഹാവ് ടു റീഡ് ദിസ് പോർഷൻ തറലി. ശരിക്കും ശ്രദ്ധിച്ച് വായിക്കണം, വളരെ സിമ്പിളാണ്. ഒരു 2-3 തവണ ക്ലിയറായി വായിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ചോദിക്കാം കേട്ടോ. നമ്മളുടെ ഒരു മിനിറ്റ്.
നമ്മളുടെ ഓക്കെ ഗുഡ്, കുഴപ്പം, നോ പ്രോബ്ലം. ഓക്കെ, ഇതിനകത്ത് ആരുടെ ആബ്സെൻ്റ് ഉള്ളത്? മിസ് റെക്കോർഡിംഗ് ഓഫ് ചെയ്യാം. ദിയ ആൻഡ് ശ്രേയ.